ഇതാണ് ബോട്ടിൻ്റെ എയർ ഡ്രോപ്പ് സുപ്രീം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ ഒരു സാധനം അൺബോക്സ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ പെട്ടി. സൈഡിൽ ബോട്ടെന്നൊക്കെ എഴുതിയിട്ടുണ്ട്, ബാക്കിൽ അതിൻ്റെ ഫീച്ചേഴ്സൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു സാധനം തുറക്കുമ്പോൾ ഇതായിരിക്കുന്നു പിന്നെയും ഒരു പെട്ടി. അപ്പോൾ ഈ ഒരു സാധനം തുറക്കുമ്പോൾ ഇതായിരിക്കുന്നു നമ്മുടെ ബോട്ടിൻ്റെ എയർ ഡ്രോപ്പ് സുപ്രീം. ഓക്കെ, സാധനമുണ്ട്. അപ്പോൾ ഇതിലേക്ക് വരാം. ഇനി പെട്ടിക്കകത്ത് എന്തുണ്ടെന്നൊക്കെ നോക്കാം. യെസ്, ഇതാണ് ആക്സസറീസ്. തുറയുടെ യെസ്, USB to Type-C കേബിളാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഒരു സാധനം മാറ്റി വയ്ക്കാം. ഇനി ബോക്സിനകത്ത് പോടെ ഓക്കെ കുറേ സ്റ്റിക്കേഴ്സ് ആൻഡ് പേപ്പേഴ്സ് ഒക്കെയാണ് വരുന്നത്, യൂസർ മാനുവൽ, അങ്ങനെയൊക്കെ കുറേ ഐറ്റംസ്. പിന്നെ എക്സ്ട്രാ ഇയർ കപ്സ് വരുന്നുണ്ട്, 4 എണ്ണമാണ് തരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് അൺബോക്സിങ്ങിൽ ഉള്ള സാധനങ്ങൾ. ഇതാണ് നമ്മുടെ കേസ്, ഇതിനകത്ത് ഇതായിരിക്കുന്നു. യെസ്, കാണാനൊരു ലുക്കൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് ബാക്കി കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതാണ് പെട്ടി, കൊള്ളാം. ഒരു നല്ല മാറ്റ് ഫിനിഷാണ്. താഴെയായിട്ട് ഒരു Type-C പോർട്ട്, പിന്നെ ഇവിടെ ആയിട്ട് ഒരു റീസെറ്റ് ബട്ടൺ. അത് കൊള്ളാം. ഒരുപാട് പേർക്ക് വരുന്ന പ്രശ്നമാണ്, ഒരു സൈഡിലെ ഇയർബഡ് വർക്കാവും, ഇപ്പോഴത്തെ സൈഡ് പണിയായി എന്ന് വെച്ചാൽ വർക്കാവില്ല. അങ്ങനെ വരുന്ന സമയത്ത് ഈ ഒരു റീസെറ്റ് ബട്ടൺ ഉപയോഗപ്പെടും. കാരണം 2 ഇയർബഡ്സും റീസെറ്റ് ആവും, പഴയതുപോലെ വർക്കാവാൻ തുടങ്ങും. അപ്പോൾ ഇത് വെച്ച് നോക്കട്ടെ. ഓ, ഒരു മ്യൂസിക്കൊക്കെ എന്തൊക്കെയാണ് വന്ന്. ചെവിക്കകത്ത് നേരെ വെക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് ഫിറ്റായിട്ടിരിക്കും. 100% തറയിൽ പോകില്ല. ഡിസൈനാണ് വരുന്നത്. നമുക്ക് കൈക്കകത്തൊക്കെ ഇങ്ങനെ ഒതുക്കി പിടിച്ച് വെച്ചുകൊണ്ട് നടക്കാം. ഇഷ്ടപ്പെട്ട്. കൈക്കകത്ത് സൂപ്പറായിട്ട് ഒതുങ്ങിയിരിക്കും. നല്ലൊരു ഡിസൈനാണ് വന്നിരിക്കുന്നത്. നല്ല ഒരു ഒതുങ്ങിയ ഡിസൈൻ, ബോക്സി ഡിസൈൻ അല്ലാത്തതുകൊണ്ട് കൊള്ളാം. കൈക്കകത്തിരിക്കും സാധനം, കൊള്ളാം. ഇതാണ് സാധനം. എനിക്ക് തോന്നുന്നു സ്റ്റെമ്മിൻ്റെ ലെങ്ത് അല്പം കൂടുതലാണ്, അതല്പം കൂടെ കുറച്ചിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. കൂടുതൽ TWS-ലും ബ്ലൂടൂത്ത് 5.3 ആണ് വരുന്നത്. പക്ഷേ ഈ ഒരു സാധനത്തിൽ ബ്ലൂടൂത്ത് 5.2 ആണ് വരുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ബ്ലൂടൂത്ത് 5.3 കൊടുക്കാത്തത് എനിക്ക് അറിഞ്ഞൂടാ. ഇനി ഈ ഒരു സാധനം പെയർ ചെയ്തിട്ട് ബാക്കി സംസാരിക്കാം. പെട്ടെന്ന് പെയറാവും. ഈ ഒരു സാധനം തുറക്കുമ്പോൾ തന്നെ നമ്മുടെ ഫോൺ നമ്മുടെ ബോട്ട് എയർ ഡ്രോപ്പ് സുപ്രീം അല്ലേ, നമ്മൾ പെട്ടെന്ന് പെയറാവും. ഓക്കെ, അപ്പോൾ ഇനി ഒരു പാട്ട് കേട്ടു നോക്കാം. സൂപ്പർ, കിടുക്കും. നമ്മൾ മ്യൂസിക് കേൾക്കുമ്പോൾ ആ ഒരു ബാസൊക്കെ കിടിലമാണ്. പിന്നെ ആ ബീറ്റ്സൊക്കെ നിങ്ങൾക്ക് കിടിലം എക്സ്പീരിയൻസ് ഇതിൽ കിട്ടും. ഒരു സൂപ്പർ സൗണ്ട് ക്വാളിറ്റി തന്നെയാണ് ഇതിൽ കിട്ടുന്നത്. പിന്നെ ചെവിയിൽ ഇതിരിക്കുമ്പോൾ ഒരുപാട് സമയമൊക്കെ ആയാലും ഇയറുള്ള ഒരു പെയിനൊന്നും എനിക്ക് തോന്നിയില്ല. ഇൻ ഇയർ ഡിറ്റക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് ചെവിയിൽ നിന്ന് എടുക്കുമ്പോൾ പാട്ട് സ്റ്റോപ്പ് ആവും, ചെവിയിലേക്ക് വയ്ക്കുമ്പോൾ പാട്ട് ഓണാവും. അതാണ് ഇൻ ഇയർ ഡിറ്റക്ഷൻ. അതായത് എടുത്തു കഴിഞ്ഞാൽ ഓഫ്, വച്ച് കഴിഞ്ഞാൽ ഓൺ, അത് ഓണാം. ഇവിടെ ഒരു ടച്ച് പോലത്തെ സാധനമാണ് വരുന്നത്. പിന്നെ പാട്ടൊക്കെ കേൾക്കുമ്പോൾ ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ സ്കിപ്പ് ഫോർവേഡും, ഡബിൾ ടാപ്പ് സ്കിപ്പ് ഫോർവേഡ്, ഡബിൾ ടാപ്പ് സ്കിപ്പ് ഫോർവേഡ്. ഇനി ലെഫ്റ്റിൽ ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ ഡബിൾ ടാപ്പ് സ്കിപ്പ് ബാക്ക്വേഡ്. ഇതാണ് ആപ്പ്. ഇവിടെ ലെഫ്റ്റിൽ റൈറ്റിൽ ചാർജ്, ഇവിടെ സ്പേഷ്യൽ മോഡ് ഓഫാക്കാം, ഓണാക്കാം. ശരി, ആയിക്കോട്ടെ. ഇവിടെ നിങ്ങൾക്ക് ആ ഒരു സിംഗിൾ ടാപ്പ് ചെയ്യുമ്പോൾ പോസ് ആവുന്നതും ഒക്കെ മാറ്റിയിട്ട് വോളിയം അപ്പ് ചെയ്യണം, ഡൗൺ ചെയ്യുന്നതും അങ്ങനെയൊക്കെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും ഈ ഒരു സെക്ഷനിൽ. അപ്പോൾ ഇതാണ് ആപ്പ്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത്രയും നേരം ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതുപോലെ തന്നെ കോൾ വരുമ്പോൾ സിംഗിൾ ടാപ്പ് ചെയ്യുമ്പോൾ ആൻസർ ആവും, ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ കട്ടാവും. പിന്നെ ഞാൻ ഒരു കോൾ ടെസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കി, കോൾ ക്ലാരിറ്റിയും കൊള്ളാം. യൂട്യൂബിലൊക്കെ ഇതുപോലെ പാട്ട് കേൾക്കുമ്പോൾ സിംഗിൾ ടാപ്പ് ടു സ്റ്റോപ്പ്, അടുത്തൊരു സിംഗിൾ ടാപ്പ് ടു പ്ലേ. ഇനി റൈറ്റിൽ ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ സ്കിപ്പ് ഫോർവേഡ്. ഇനി ലെഫ്റ്റിൽ ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ സ്കിപ്പ് ബാക്ക്വേഡ്, നേരത്തെ വന്ന പാട്ടിലേക്ക് വരും. ഫുൾ വോളിയത്തിലോട്ട് വരുമ്പോൾ ചെറിയ ഒരു ഡിസ്റ്റോർഷൻ, ഒരു കുഞ്ഞു ഡിസ്റ്റോർഷൻ. നിങ്ങൾ അത്രയ്ക്ക് ശ്രദ്ധിച്ച് നോക്കിയാലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇതുപോലത്തെ റോക്കിംഗ് പാട്ടുകൾക്കൊക്കെ ആണെങ്കിൽ സൂപ്പർ സാധനമാണ്. അണ്ടർ 1500 റുപ്പീസിൻ്റെ ഒരു ബെസ്റ്റ് സാധനം തന്നെയാണ്. നല്ല ഒരു ഓഡിയോ ക്വാളിറ്റി നിങ്ങൾക്ക് ഒരു സാധനത്തിൽ കിട്ടും. പിന്നെ ശബ്ദമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വെളിയിലുള്ളതെന്ന് കേൾക്കില്ല. ഫുൾ വോളിയം, സൗണ്ട് ലീക്ക് ഉണ്ടോ? അപ്പോൾ 100% വോളിയത്തിൽ സൗണ്ട് ലീക്കും ഇല്ല.
2 മോഡ്സാണ് ഇതിൽ വരുന്നത്. ഒരു നോർമൽ മോഡ്, സ്പെഷ്യൽ മോഡും പിന്നെ ഒരു ബീസ്റ്റ് മോഡും. പിന്നെ കാഷ്വൽ ഗെയിമിങ്ങിനൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല ഈ സാധനം. പക്ഷേ നിങ്ങൾ ഗെയിമിങ്ങിൽ ഡെഡിക്കേറ്റഡ് ആണെങ്കിൽ ഈ ഒരു സാധനം ഞാൻ സജസ്റ്റ് ചെയ്യില്ല. കാരണം ലേറ്റൻസി നിങ്ങൾക്ക് ചെറുതായിട്ട് ഫീൽ ചെയ്യും. 65 മില്ലി സെക്കൻഡ്സിൻ്റെ ലോ ലേറ്റൻസിയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഞാൻ ഇത്ര നേരമായിട്ട് പാട്ട് ഓഫാക്കില്ല കേട്ടോ, പാട്ടിൻ്റെ ഇടയിൽ കൂടെയാണ് റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഒരു സാധനത്തിൽ വരുന്നത് ചെവിലിറ്റി. അപ്പോൾ ഈ ഒരു സാധനം IPX4 വരുന്നത്. ഡസ്റ്റിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ ഇല്ല. 50 അവേഴ്സ് കേസിലും ഇതിൽ 5 to 6 മണിക്കൂറോളം കിട്ടും. പിന്നെ 10 മിനിറ്റ്സിൻ്റെ ചാർജിങ്, 150 മിനിറ്റ്സിൻ്റെ പ്ലേ ബാക്ക്. അപ്പോൾ ഫൈനലി ഈ ഒരു സാധനം കൺസിഡർ ചെയ്യണോ വേണ്ടയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനും വെറുതെ കളയണം, നല്ല സാധനമില്ല. അപ്പോൾ ഈ ഒരു സാധനത്തിൻ്റെ പ്രൈസ് വന്നിട്ട് 1299 രൂപയാണ്. 1299 റുപ്പീസ്. അപ്പോൾ ആ ഒരു പ്രൈസിന് കിടില സാധനം. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു സാധനം പൊളപ്പനാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു അടിപൊളി TWS ആണ് നമ്മുടെ ബോട്ടിൻ്റെ AirDrop Supreme. ഇപ്പോൾ ഈ ഒരു സാധനത്തിൽ എനിക്ക് തോന്നിയ ഡ്രോബാക്സ്, ഒന്നാമത്തെ കാര്യം IPX4 ആണ് കൊടുത്തിരിക്കുന്നത്. സോ ഡസ്റ്റിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ ഒന്നുമില്ല. പിന്നെ ബ്ലൂടൂത്ത് 5.2 ആണ് വരുന്നത്. 3 കൊടുക്കാമായിരുന്നു, പക്ഷേ ഫാസ്റ്റായിട്ട് കണക്റ്റ് ആവുന്നുണ്ട്, നല്ല റേഞ്ചും കിട്ടുന്നുണ്ട്. അപ്പോൾ അത്രയൊക്കെയാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലത്തെ ടെക് വീഡിയോസിൻ്റെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോയിൽ കാണും വരെ ബൈ.